നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള രക്ഷനെ മന്ത്രി മോൻസ് ജോസഫ് സന്ദർശിച്ചു. രക്ഷന്റെയും സഹോദരിയുടെയും പഠന ചെലവ് സർക്കാർ വഹിക്കും. കുട്ടികളെ ഏറ്റെടുക്കുന്ന കാര്യം പരിഗണനയിൽ. അഡ്വക്കേറ്റ് കെ ബി പ്രദീപിന്റെ രാജി. പ്രതികരണവുമായി മുൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. മുഖ്യമന്ത്രി അദാനിയെ കണ്ടത് എന്തിനാണെന്നും വ്യക്തമാക്കണമെന്നും വി എൻ വാസവൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെ നിർമ്മാണം മന്ദഗതിയിൽ. അഞ്ചലിപ്പ കിഴക്കേ തലക്കൽപ്പടി ഭാഗത്ത് സംരക്ഷണ ഭിത്തി തകർന്നു. ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ദുരിതം പേറി യാത്രക്കാർ. അയൺ ബോക്സ് ഓഫ് ചെയ്തില്ല. ബോക്സ് ഉരുകി കത്തി വീടിന്റെ മുറികൾ തീപിടിച്ചു. സംഭവം അതിരമ്പുഴയിൽ. വാർത്തകൾ വിശദമായി. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ നിർവഹിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാരിയുടെ മകൻ രക്ഷനെ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രക്ഷകനെ മന്ത്രി മോൻസ് ജോസഫ് സന്ദർശിച്ചു. കാട്ടാന ആക്രമണത്തിൽ പരിക്കുപറ്റിയ കുട്ടികളുടെ പഠന ചെലവും ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ തുടർ പുനരധിവാസ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയുമായും ആലോചിച്ച് തീരുമാനിക്കും. കുട്ടിയുടെ പിതാവ് മുൻപ് തന്നെ മരണപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ മാതാവും കൂടി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ആഘാതത്തിൽ ആ കുട്ടിയുടെ മനസ്സ് തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആളുടെ ഒരു മാനസികമായ ഒരു ആരോഗ്യം തിരിച്ചു കിട്ടിയതായിട്ട് നമുക്കൊരു പറയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് രാവിലെ ആള് ഇഡ്ഡലി കഴിച്ചു, ഉച്ചയ്ക്ക് അല്പം ചോറ് കഴിച്ചു. അതാദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇന്ന് കുട്ടിയുടെ ഉണ്ടായതായിട്ടാണ് ഒരു കൂട്ടിരിപ്പിനുള്ള ബന്ധുക്കൾ പറഞ്ഞത്. പിന്നെ ഇപ്പം ഞങ്ങൾ നോക്കിയപ്പം നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ ടിജിയും പ്രിൻസിപ്പൽ ഡോക്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കൊരു കൊച്ചിൻ്റെ മാനസികമായ ഒരു ആരോഗ്യം കൂടി നമുക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈക്കാട്രിക് ചീഫിനെ ഇപ്പോൾ ആ കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റും പ്രത്യേകമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് കുട്ടിയുടെ ആയിട്ട് സംസാരിക്കില്ല, ആ ഒരു ടെസ്റ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. കുട്ടിക്കുണ്ടായ മാനസിക വിഷമം മാറാൻ സൈക്യാട്രി വിഭാഗം മേധാവിയുടെ വേണ്ട ചികിത്സ നൽകാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.ജി. തോമസ് ജേക്കബിന് നിർദ്ദേശം നൽകി. മന്ത്രി മോൻസ് ജോസഫിനൊപ്പം നാട്ടകം സുരേഷ് എം.എൽ.എ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.ജി. തോമസ് ജേക്കബ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി. പുന്നൂസ്, മെഡിക്കൽ കോളേജ് ആർഎംഒ ഡോക്ടർ സാം മാമൻ, കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേവസ്വം വകുപ്പ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് രാജിവെച്ചതിൽ പ്രതികരണവുമായി മുൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനെ കണ്ടത് എന്തിനാണെന്നും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ടെന്നും വി എൻ വാസവൻ പറഞ്ഞു. ഞങ്ങൾ ഈ നിയമനം വന്നപ്പോൾ തന്നെ അതിലെ ദുരൂഹതയും അതോടൊപ്പം തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. അത് കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും വലിയ രൂപത്തിലുള്ള രോഷം ഇന്നലെ വ്യാപകമായി ഉയർന്നു വരികയും ചെയ്യുന്ന ഘട്ടം നമ്മൾ കണ്ടു. അതോടുകൂടി ഗത്യന്തരമില്ലാതെയാണ് മുഖ്യമന്ത്രി ശ്രീ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെ നിർമ്മാണം മന്ദഗതിയിൽ. അഞ്ചലിപ്പ കിഴക്കേ തലക്കൽപ്പടി ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഈ റോഡിൽ പണികൾ നടക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയം മണിമല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇവിടെ ഗതാഗതം നിയന്ത്രിച്ച് പണികൾ നടന്നുവരികയാണ്. ഇപ്പോൾ അഞ്ചലിപ്പ കിഴക്കേ തലക്കൽപ്പടി ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. റോഡ് പൂർണ്ണമായും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നുപോകുന്നുമില്ല. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ഭാഗത്ത് ചെറുതും വലുതുമായ 32 കലുങ്കുകളാണ് നിർമ്മിക്കുന്നത്. റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കാഞ്ഞിരപ്പള്ളി റോഡിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന 14 മീറ്റർ വീതി വാളക്കയം ഭാഗത്തെത്തിയപ്പോൾ 7.5 മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. പണികൾ ഇഴയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ബസ്സുകാരും സ്കൂൾ കുട്ടികളും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഈ കാഞ്ഞിരപ്പള്ളിക്ക് പോകേണ്ട ബസ് തെക്കേത്തുകോല SRV ജംഗ്ഷനിൽ വന്നിട്ട് മൂങ്ങാത്തറക്കോല ചെന്നിട്ട് വീണ്ടും TV റോഡിൽ ചെന്നിട്ട് പൊൻകുന്നം റോഡ് കുന്നഭാഗത്ത് ചെന്ന് വേണം കാഞ്ഞിരപ്പള്ളി എത്താൻ. യാത്രാ ദൂരം വളരെ സമയമെടുക്കുന്നു. മറ്റു ബസ്സുകളുമായിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നു. ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ വിലയ്ക്ക് അവർക്ക് ഇത് മുതലാകാത്ത രീതിയിലേക്ക് വരികയും ബസ്സുകാരൊക്കെ നിർത്തിപ്പോകേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ കുട്ടികൾക്കും യാത്ര ചെയ്യാൻ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മണ്ണനാനിയിലെ പാലം പണി തീർക്കണം. ഈ റോഡിൻ്റെ ശോചിയാവസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നമുക്ക് നല്ല നിലയിൽ ഈ റോഡ് യാത്രാ സൗകര്യമാക്കാനുള്ള
നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 88 കോടി രൂപ മുടക്കിയാണ് കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൂഴി റോഡ് പണിയുന്നത്. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള 6.862 കിലോമീറ്റർ ഭാഗവും മണിമല മുതൽ കുളത്തൂർമൂഴി വരെയുള്ള 11.5 കിലോമീറ്റർ ഭാഗവും ചേർന്നുള്ള 18.362 കിലോമീറ്ററാണ് നവീകരിക്കുന്നത്. റോഡിന്റെ മധ്യത്തിലായി വരുന്ന മണ്ണനാനി മുതൽ മണിമല വരെയുള്ള ഭാഗം പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഭാഗമായി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അയൺ ബോക്സ് ഓഫാക്കാൻ മറന്നത് വലിയ വിനയായി. അതിരമ്പുഴയിൽ വീടിന്റെ മുറി കത്തിനശിച്ചു. ചൂടായി തേപ്പ് പെട്ടി ഉരുകി തീ പിടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അയൺ ബോക്സ് ഓഫാക്കാൻ മറന്നുപോയി. കോട്ടയത്ത് അതിരമ്പുഴയിൽ വീടിന്റെ മുറികൾക്ക് തീപിടിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. അതിരമ്പുഴ പഞ്ചായത്ത് അനമല ഭാഗത്ത് താമസിക്കുന്ന രാജീവ് മാത്യുവിന്റെ വീടാണ് തീപിടിച്ചത്. പുലർച്ചെ വീട്ടുകാർ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. എന്നാൽ ഉപയോഗശേഷം തേപ്പ് പെട്ടി ഓഫാക്കാൻ മറന്നുപോയതാണ് അപകടത്തിന് കാരണമായത്. രാവിലെ 9 മണിയോടെ വീട്ടിൽ നിന്നും പുക ഉയരുന്നതായി കണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കോട്ടയത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. വീടിന്റെ പുറകുവശത്തുകൂടി പുക ഉയരുന്നത് കണ്ട ഇവർ ഉടൻ തന്നെ ക്രോബാർ ഉപയോഗിച്ച് വാതിൽ പൊളിച്ചു. വലിയ രീതിയിലുള്ള പുക ഉണ്ടായിരുന്നതിനാൽ ഏറെ ശ്രമകരമായി വീടിനകത്ത് കയറിയാണ് തീ പൂർണ്ണമായി കെടുത്തിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിഷാദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി. അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഓഫാക്കാൻ മറന്നതിനാൽ ചൂടായി തേപ്പ് പെട്ടി ഉരുകി തീ പടരുകയായിരുന്നു. മുറിയിലുണ്ടായിരുന്ന 2 കട്ടിൽ, മെത്ത, തുണികൾ എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, അബ്ബാസി, അരുൺ, അനീഷ് ജി നായർ, ഷഫീഖ്, ഹോംഗാർഡ് ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാസപ്പടി കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ കൃത്യമായി പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് BJP ഉപാധ്യക്ഷനും മാസപ്പടി കേസിലെ പരാതിക്കാരനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഇഡിയുടെ കൈവശമുണ്ടെന്ന് CMRൽ നിന്നും പണം വാങ്ങിയ നേതാക്കളുടെ പേരുകൾ ഉടൻ പുറത്തുവരുമെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ടല്ലോ, വീണയ്ക്കൊന്നും അറിയില്ല. വീണയ്ക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഈ പണം കൊടുത്തിട്ടുള്ളതും വാങ്ങിയിട്ടുള്ളതും ഒക്കെ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനിലേക്ക് തന്നെ ഇതെത്തും, ഒരു സംശയം വേണ്ട. ചിറക്കടവ് തെക്കേത്ത് കവലയ്ക്ക് സമീപം വാഹനമിടിച്ചു തകർന്ന വെയിറ്റിംഗ് ഷെഡ് നന്നാക്കാൻ നടപടിയൊന്നുമില്ല. സമീപത്തെ സ്കൂളിലെ കുട്ടികളടക്കമുള്ള യാത്രക്കാർ മഴയും വെയിലും കൊണ്ടാണ് ബസ് കാത്തുനിൽക്കുന്നത്. ചിറക്കടവ് തെക്കേത്ത് കവല ഗവൺമെന്റ് സ്കൂളിന് സമീപമുള്ള വെയിറ്റിംഗ് ഷെഡ് കാറിടിച്ച് തകർന്നിട്ട് മാസങ്ങൾ. അപകടത്തിൽ കാൽനട യാത്രക്കാരൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. തകർന്നു വീണ വെയിറ്റിംഗ് ഷെഡ് നന്നാക്കാൻ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയോരത്ത് തെക്കേത്ത് കവലയ്ക്ക് സമീപമാണ് ഈ വെയിറ്റിംഗ് ഷെഡ് സ്ഥിതി ചെയ്യുന്നത്. KSTP അധികൃതർ വേണ്ട നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തെക്കേത്ത് കവല ഗവൺമെന്റ് സ്കൂൾ, മൃഗാശുപത്രി, ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർ ബസ് കാത്തു നിൽക്കുന്നത് ഈ വെയിറ്റിംഗ് ഷെഡിലായിരുന്നു. മഴയും വെയിലും കൊണ്ട് റോഡരികിലാണ് സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ ഇപ്പോൾ ബസ് കാത്തു നിൽക്കുന്നത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക്. അതുതന്നെയല്ല, ഇവിടെ 3-4 അപകടം നടന്നതാണ്. അതുകൊണ്ടല്ല ഇത് എത്രയും പിടിയൊരു തീരുമാനം ഉണ്ടാക്കണം. കുട്ടികളും എല്ലാം സ്കൂളിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നതാണ്. അതുപോലെ ബസ് ഇതിൻ്റെയൊക്കെ വേഗതയൊക്കെ കുറയ്ക്കുകയും വേണം. വണ്ടികളുടെയൊക്കെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ പിടിയുന്ന വന്ന് ഇങ്ങോട്ട് കയറി ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ ടൗണിലെ തകരാറിലായ ഓടകൾ നേരിട്ട് കണ്ട് മന്ത്രി മോൻസ് ജോസഫ്. ഓടകൾ തകരാറിലായതുമൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് ടൗണിലെ കെട്ടിടങ്ങളിലേക്ക് വെള്ളം കയറുന്നത് പതിവായിരുന്നു. പാലാ ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ ഓടയുടെ തകരാറ് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് ടൗണിലെ കെട്ടിടങ്ങളിലേക്ക് വെള്ളം കയറുന്നതും റോഡ് തകർന്നതും സന്ദർശിച്ച മന്ത്രി മോൻസ് ജോസഫ് പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ടൗണിൽ ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രി പൊതുപ്രവർത്തകരും നാട്ടുകാരും ദുരിതം വിവരിച്ചപ്പോഴാണ് സ്ഥലം സന്ദർശിച്ചത്. പാലാ നഗരത്തിലെ വെള്ളം വിതരണം ചെയ്യുന്ന പുത്തൻപള്ളിക്കുന്നിലെ ടാങ്കുകൾ വൃത്തിയാക്കുമ്പോഴുള്ള വെള്ളം ഈ ഓടയിലൂടെ ആറ്റിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ 3 വർഷം മുമ്പ് കിസ്കോ ജംഗ്ഷന് മുൻഭാഗത്ത് തിരക്കേറിയ റോഡിന്റെ അടിഭാഗത്ത് ഓട തകർന്ന് റോഡ് താഴ്ന്നുപോയി. ഈ ഭാഗത്ത് പകരം റോഡരികിലെ ഓടയിലേക്ക് വെള്ളമെത്തുന്ന വിധം പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം നടത്തി. എന്നാൽ ഏതാനും നാളുകൾക്കുള്ളിൽ കിസ്കോ ബാങ്കിന് സമീപം ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ വെള്ളം സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് കയറുകയും 100 കണക്കിന് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തു. കിഴുതാറ്റൂർ ബാങ്കിലേക്ക് ഉൾപ്പെടെയുള്ള റോഡും പൂർണ്ണമായും തകർന്നു. ആശുപത്രിക്ക് സമീപത്തുള്ള ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിലെ മാലിന്യങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങിയതോടെ ദുർഗന്ധപൂരിതമായി. കെട്ടിട ഉടമകൾ വാട്ടർ അതോറിറ്റിയുടെ അനുമതിയോടെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വിവിധ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തുന്നവരുൾപ്പെടെ മാലിന്യം നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മന്ത്രിയോടൊപ്പം ജോർജ് പുളിങ്കാട്, സന്തോഷ് കാവുകാട്, തങ്കച്ചൻ മണശ്ശേരി, തോമസ് കാപ്പൻ, വാർഡ് കൗൺസിലർ ബിജി ജോജോ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ചിറക്കടവ് തെക്കേത്ത് കവല ഉമ്മൻചാണ്ടി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും പുരസ്കാര സമർപ്പണവും നടത്തി. 2025-26 വർഷത്തെ SSLC+2 വിഭാഗത്തിലും മറ്റു വിവിധ രംഗങ്ങളിലും മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് KC ബിനുകുമാർ അധ്യക്ഷനായി. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ നഗരസഭയിലെ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കും
പരിഹരിക്കുമെന്ന് DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം. കോൺഗ്രസ് കൗൺസിലർമാരുടെ വികാരങ്ങളെ മാനിക്കുമെന്നും എന്നാൽ ഭരണം നിലനിർത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഏതാണ്ട് സജീവമായി തന്നെ മുമ്പോട്ട് പോകുന്നു. എനിക്കിപ്പോൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർമാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളൊരു നിർദ്ദേശം വെക്കാൻ ഇന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ അവർ വെക്കുന്ന നിർദ്ദേശം നമുക്ക് സ്വീകാര്യമായ നിലയിൽ ഇപ്പോൾ മറുപക്ഷത്തുള്ളവരുമായി സംസാരിച്ച് അതിനെ ഒന്ന് ക്രമീകരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ റൗണ്ടാന നിർമ്മിക്കുന്നതിനും ഇവിടം മോടി പിടിപ്പിക്കുന്നതിനുമായി 30 ലക്ഷം രൂപ അനുവദിച്ചതായി ജോസ് കെ മാണി MP. സംസ്ഥാന സർക്കാർ ഏജൻസിയായ നാറ്റ്പാക് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയിരുന്നു. പാല KM മാണി ബൈപ്പാസ് റോഡിലെ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ റൗണ്ടാന നിർമ്മാണത്തിനും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമായി 30 ലക്ഷം രൂപ അനുവദിച്ചതായി ജോസ് കെ മാണി MP പറഞ്ഞു. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതായും MP പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി റൗണ്ടാന നിർമ്മാണം, ദിശാ ബോർഡുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, ഹൈമാസ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കും. പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. റൗണ്ടാന നിർമ്മാണത്തിനും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമായി 25 ലക്ഷം രൂപയും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി 5 ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് 30 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നത്. നിർമ്മാണ ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള രക്ഷിനെ മന്ത്രി മോൻസ് ജോസഫ് സന്ദർശിച്ചു. രക്ഷിന്റെയും സഹോദരിയുടെയും പഠന ചെലവ് സർക്കാർ വഹിക്കും. കുട്ടികളെ ഏറ്റെടുക്കുന്ന കാര്യം പരിഗണനയിൽ. അഡ്വക്കേറ്റ് KB പ്രദീപിന്റെ രാജി. പ്രതികരണവുമായി മുൻ ദേവസ്വം മന്ത്രി VN വാസവൻ. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. മുഖ്യമന്ത്രി അദാനിയെ കണ്ടത് എന്തിനാണെന്നും വ്യക്തമാക്കണമെന്നും VN വാസവൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെ നിർമ്മാണം മന്ദഗതിയിൽ. അഞ്ചലിപ്പ കിഴക്കേ തലക്കൽപ്പടി ഭാഗത്ത് സംരക്ഷണ ഭിത്തി തകർന്നു. ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ദുരിതം പേറി യാത്രക്കാർ. അയൺ ബോക്സ് ഓഫ് ചെയ്തില്ല. ബോക്സ് ഉരുകി കത്തി വീടിന്റെ മുറികൾ തീപിടിച്ചു. സംഭവം അതിരമ്പുഴയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.